ഹായ് ഓൾ, ഞാനിന്ന് പന്തീരങ്കാവിലുള്ള ഡിക്കാത്തലോൺ സ്റ്റോറിലാണ്. കേരളത്തിലെ തന്നെ മൂന്നാമത്തെ ഡിക്കാത്തലോൺ സ്റ്റോറാണ് ഇത്. ഏകദേശം 7 വർഷമായി ഇതിവിടെ വന്നിട്ട്. ഈ കേരളത്തിൽ ആദ്യമായി വന്നത് കളമശ്ശേരിയാണ്. അത് 10 വർഷത്തോളമായി വന്നിട്ട്. ഇന്ത്യയിൽ തന്നെ ഏകദേശം 100ഓളം സ്റ്റോറുകൾ അവർക്കുണ്ട്. അതായത് ഡിക്കാത്തലോണിന്. ഡിക്കാത്തലോൺ ശരിക്കും ഒരു ഇന്ത്യൻ കമ്പനിയല്ല, ഇതൊരു ഫ്രഞ്ച് ഒറിജിൻ കമ്പനിയാണ്. അവർക്ക് ഏകദേശം 56 രാജ്യങ്ങളിലായി 2000ഓളം സ്റ്റോറുകൾ ഉണ്ടെന്നാണ് കണക്ക്. ഇന്ത്യയിൽ റവന്യൂ ജനറേഷനിൽ പൂമയ്ക്ക് ശേഷം രണ്ടാമത് നിൽക്കുന്ന ഒരു സ്പോർട്സ് ബ്രാൻഡാണ് ഡിക്കാത്തലോൺ. ഏകദേശം 2900 കോടിയാണ് കഴിഞ്ഞ വർഷത്തെ അവരുടെ റവന്യൂ. അഡിഡാസ്, റീബോക്ക്, നൈക്ക് എന്നിവരുടെ റവന്യൂയേക്കാളും ഏകദേശം 100 crores കൂടുതലാണ് ഡിക്കാത്തലോൺ മാത്രം ഉണ്ടാക്കിയ റവന്യൂ. സ്പോർട്ട് ഫോർ ഓൾ, ഓൾ ഫോർ സ്പോർട്ട്. അതായത് നമ്മളുടെ പൂമ, നൈക്കി, അഡിഡാസ്, റീബോക്ക് എല്ലാം പ്രൊഫഷണൽസിനെയാണ് അവരുടെ കസ്റ്റമേഴ്സായിട്ട് കാണുന്നത്. പക്ഷേ ഇവിടെ ഡിക്കാത്തലോൺ കാണുന്നത് ആസ്പിറേഷൻസ് ഉള്ളവരെയും ഈ ബിഗിനേഴ്സിനൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഇന്ത്യയിൽ സെല് ചെയ്യാൻ പറ്റുന്നതെന്നാണ് മാർക്കറ്റ് സ്റ്റഡി പറയുന്നത്. 2009 അവർ ഇന്ത്യയിൽ ബാംഗ്ലൂരിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇവരുണ്ട്. പൊതുവെ നമ്മളുടെ മേജർ സ്പോർട്സ് ബ്രാൻഡ്സ് എല്ലാം 2-3 സ്പോർട്സ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ സ്പോർട്സ് ഐറ്റംസ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യൂ. അതായത് ക്രിക്കറ്റ്, ഫുട്ബോൾ, അത്ലറ്റിക്സ് ഒക്കെ. പക്ഷേ ഇവിടെ ഇവർ ഏകദേശം 70 സ്പോർട്സ് ടൈപ്പിൽ അതിനോടനുബന്ധിച്ച ഏകദേശം 6000 പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഈ പറഞ്ഞ 6000 പ്രൊഡക്റ്റുകളിൽ ഡിസൈൻ മുതൽ പ്രൊഡക്ഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡിക്കാത്തലോണിൻ്റെ അണ്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കോമ്പറ്റീറ്റർ ബ്രാൻഡുമായിട്ട് നോക്കുമ്പോൾ ഏകദേശം 30-40% റേറ്റ് കുറച്ച് ഇവർക്ക് വിൽക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റോറിനകത്ത് പ്രൊഡക്ട്സിൻ്റെ എല്ലാം പ്രൈസ് റേഞ്ച് കുറഞ്ഞിരിക്കുന്നത്. പൊതുവെ ഈ മേജർ സ്പോർട്സ് ബ്രാൻഡ്സ് എല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ പോഷ് ആയിട്ടുള്ള ഏരിയകളിൽ അല്ലെങ്കിൽ മോളിലൊക്കെ ആയിരിക്കും അവരുടെ സ്റ്റോറുകൾ തുറക്കുക. പക്ഷേ ഇവിടെ ഡിക്കാത്തലോൺ എപ്പോഴും കുറച്ച് മാറിയിട്ടുള്ള പോപ്പുലേഷൻ കുറഞ്ഞ അല്ലെങ്കിൽ ലാൻഡ് കോസ്റ്റ് കുറഞ്ഞ അല്ലെങ്കിൽ വാടക കുറഞ്ഞ സ്ഥലത്തായിരിക്കും ഒരു വെയർ ഹൗസ് പോലെ ഈ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നമുക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നുന്ന റേറ്റിലുള്ള പ്രൊഡക്ട്സ് എല്ലാം ആദ്യമേ അവർ ഡിസ്പ്ലേ ചെയ്യും. അപ്പം ആരിങ്ങോട്ട് കയറിയാലും പെട്ടെന്ന് അവർക്ക് വന്ന എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് അവർക്കിവിടെ ലഭിക്കുക എന്നുള്ളതാണ്. ഐക്യ പോലത്തെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനികൾ ഉപയോഗിക്കുന്ന അതേ ബിസിനസ് സ്റ്റാറ്റിക്സാണ് ഡിക്കാത്തലോൺ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഒരിക്കൽ ക്ലയൻറ്റ് അല്ലെങ്കിൽ കസ്റ്റമർ കയറിക്കഴിഞ്ഞാൽ അവർക്കൊരു കൺഫ്യൂഷൻ അവർ ക്രിയേറ്റ് ചെയ്യും. അപ്പം എപ്പോഴും എങ്ങനെയാണെങ്കിലും ഈ ക്ലയൻറ്റ്സ് എല്ലാ പ്രൊഡക്ട്സിലോട്ട് എത്തിപ്പെടും. അതുകൊണ്ട് തന്നെ ഇവരെ സെയിൽസ് കൂട്ടാൻ അത് ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും അവർ ഈ ഒരു കോസ്റ്റ് കുറഞ്ഞ ഐറ്റംസിന് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആര് കയറിയാലും പെട്ടെന്ന് ഓക്കെ ഇതാണ് ഇവിടുത്തെ റേഞ്ച്, നമുക്ക് എപ്പോഴും അഫോർഡബിൾ ആയിരിക്കുന്ന തോന്നലുണ്ടാവും. ഈ സ്റ്റോറിലോട്ട് കയറുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഇത്. ഇവരുടെ ഫിറ്റ്നസ് സെക്ഷനാണ്. ഇവിടെ ജിം എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അതിന് വേണ്ട ഡ്രസ്സുകളെല്ലാം ഇവിടെയുണ്ട്. ഈ ഫിറ്റ്നസിൻ്റെ ഇടയ്ക്ക് വന്നപ്പോൾ ഞങ്ങൾ ഈ ഒരു ബോക്സിങ്ങിൻ്റെ ഒരു സെക്ഷനും കൂടെ കണ്ടു. ഈ ഒരു ബോക്സിംഗ് ഗ്ലൗവിന് ഏകദേശം 899 റുപ്പീസാണ്, അതായത് 900 റുപ്പീസാണ്. ഇവരുടെ മെയിൻ ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഏത് പ്രൊഡക്റ്റും ഏത് സ്ഥലത്തും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാമെന്നുള്ളത്. ഈ ഒരു സ്പോർട്ടുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ എനിക്കൊന്ന് ഇട്ട് നോക്കാം, ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഈ ജിം എക്യുപ്മെൻറ്റ്സും ബോക്സിങ് കഴിഞ്ഞാൽ വരുന്ന ഈ സെക്ടറിൽ ഫിറ്റ്നസിൻ്റെ ഔട്ട്ഫിറ്റ്സാണ്. അത് മെന്നിൻ്റെയും ഇത് വിമൻ്റെയാണ്. ഓക്കെ, ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ടീഷർട്ടിന് 2 വർഷം മുൻപ് വരെ 99 or 100 റുപ്പീസോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിന് 199 ആണ്. അപ്പോൾ അത് പൊതുവെ ഇവർ മാർക്കറ്റ് പിടിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അത്രയും കസ്റ്റമേഴ്സ് ഈ സ്റ്റോറിലോട്ട് വരുന്നുണ്ട്. ഞാൻ പേഴ്സണലി IA മലപ്പുറം സീനിയർ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെൻറ്റ് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഓക്കെ, ഇവിടെ അവർ സ്പോർട്സ്, അതായത് ഫുട്ബോളിൻ്റെ അനുബന്ധ ഡ്രസ്സുകളാണ് വിൽക്കുന്നത്. നിങ്ങൾക്കത് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് എപ്പോഴും ചെറിയ കോസ്റ്റ് മാത്രമേ ഹൈലൈറ്റ് വയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ സെക്ടറിൽ. ഇവിടെ നമുക്ക് ബാസ്കറ്റ്ബോളിൻ്റെയും ക്രിക്കറ്റിൻ്റെയും പ്രൊഡക്ട്സും അതിൻ്റെ ഔട്ട്ഫിറ്റ്സും ഉള്ളത്. ഓക്കെ, ഇത് ബാസ്കറ്റ്ബോളിൻ്റെയാണ് ഈ കാണുന്നത്. നമുക്ക് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ക്രിക്കറ്റിൻ്റെയും എല്ലാ സാധനങ്ങളും കിട്ടും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും അവർ ഏറ്റവും കുറഞ്ഞ പ്രൊഡക്ട്സിൻ്റെ റേറ്റ്സ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇവർ ട്രെയിനിങ് ബോൾസും വെക്കുന്നുണ്ടെന്നില്ല. അത് വളരെ പ്രൊഫഷണൽസും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ബിഗിനേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ കാണുന്നത്, ട്രെയിനിങ് ബോൾ. അത് ഇവിടെ ഉണ്ട്. ഏകദേശം 300 രൂപയാണ് അതിൻ്റെ വില. ഈ ഒരു സെക്ഷനിൽ ടെന്നീസ് ഉണ്ട്, ബാഡ്മിൻ്റൺ ഉണ്ട്. ഇത് സർഫിങ്ങിൻ്റെയും സ്വിമ്മിങ്ങിൻ്റെയും സെക്ഷനാണ്. ഇവിടെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഇൻഫ്ലേമബിൾ പൂളാണ്. ഇതിന് ഏകദേശം ഇപ്പോൾ 3000 രൂപയുള്ളത്. വളരെ നല്ലൊരു ഉപകാരമുള്ളൊരു പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നു.
ഇത് റോളർ സ്പോർട്സാണ്, അതായത് റോളർ സ്കേറ്റേഴ്സും സ്കേറ്റിംഗ് ബോർഡൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഏകദേശം 1200 രൂപ മുതൽ നമുക്ക് ഈ ഒരു റോളറിങ് സ്കേറ്റർ ഷൂസ് കിട്ടും. ഈ ഒരു വീഡിയോൻ്റെ എക്സ്ക്ലൂസീവ്നെസ് ഇതാണ്. കഴിഞ്ഞൊരു 6 മാസമായിട്ടുള്ള ഇവർ ഈ ഒരു സെഗ്മെൻറ്റ് തുടങ്ങിയിട്ട് സെക്കൻഡ് ലൈഫ്, അതായത് ഉപയോഗിച്ച ബൈക്കുകളും റീഫർബിഷ്ഡ് ആയിട്ടുള്ള ബൈക്കുകൾ നമുക്കിനി ഡെക്കാത്തലോണിന് കിട്ടും. ഈ ഒരു ഗ്രാവൽ ടൈപ്പ് ബൈക്കിന് ആക്ച്വലി ഏകദേശം 60,000 രൂപയാണ്. പക്ഷേ ഇവർ ഇവിടെ ഇത് ഇപ്പോൾ 51,000 കൊടുക്കുന്നുണ്ട്. ഇതൊരു റീഫർബിഷ്ഡ് ബൈക്കാണ്. ഇത് ശരിക്കും നമുക്ക് ഒരു ഓൾട്ടറേൺ ബൈക്കാണ്. ഈ ഒരു സാധനം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇവരുടെ സൈക്ലിങ്ങിൻ്റെ സെഗ്മെൻറ്റാണ്, അതിൻ്റെ സർവീസ് ഏരിയയാണ് കാണുന്നത്. ഇവിടെ ഇവർക്ക് ഏകദേശം 3 വയസ്സുള്ള കുട്ടികളുടെ സൈക്കിൾ മുതൽ വലിയവർക്കുള്ള സൈക്കിൾ വരെയുണ്ട്. ഓക്കെ, അപ്പോൾ റേറ്റ്സും ഭയങ്കര വേരിയിങ് ആണ്. ഏകദേശം ഒരു 8,000 മുതൽ അങ്ങോട്ട് മുകളിലോട്ട് എത്ര വേണമെങ്കിൽ വിലയുള്ള സൈക്കിൾ നമുക്കിവിടെ കിട്ടും. കാലം മാറി 8,000 റുപ്പീസ് ഇല്ല, ഏകദേശം 6,000 രൂപയിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും ഇവിടെ. ഓക്കെ, അപ്പം സൈക്കിൾ വാങ്ങാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴാണ് ആ ടൈം. റൈറ്റ് സൈഡിൽ വാക്കിങ്ങും ലെഫ്റ്റ് സൈഡിൽ ഗോൾഫുമാണ്. നിങ്ങൾക്ക് ഈ ഷൂവിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കിയാൽ മനസ്സിലായി. ഏകദേശം 700 രൂപ മുതൽ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് വാക്കിംഗ് ഷൂസിൽ. ഇവിടെ ടീഷർട്ട്സൊക്കെ 500 രൂപ മുതൽ അവൈലബിൾ ആണ് ഗോൾഫിൽ. റണ്ണിങ്ങിൻ്റെയാണ്. ഇവിടെ 2 സൈഡും റണ്ണിങ്ങിനുണ്ട്. ഏകദേശം 900 രൂപ മുതൽ നമുക്ക് ഇവരുടെ ഷൂസ് അവൈലബിൾ ആണ്. വൈൽഡ് ലൈഫ് ഡിസ്കവറിങ്, ലെഫ്റ്റ് സൈഡിൽ ഫിഷിങ്ങുമാണ്. ആര് വന്നാലും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പോകുന്ന ഒരു സ്ട്രാറ്റജിയാണ് അവരെടുത്തിരിക്കുന്നത്. ഇപ്പം തന്നെ ഈ ഒരു ടീഷർട്ടുകൾക്ക്, ഈ ഒരു വൈൽഡ് ലൈഫ് ഡിസ്കവറി ടീഷർട്ടുകൾക്ക് 400 രൂപ മുതലാണ് വില സ്റ്റാർട്ടിങ്. ഞാനും ഒന്ന് വാങ്ങാൻ എടുക്കാൻ പോവുകയാണ്. ഏകദേശം 7 റാക്കുകളുണ്ട് ഈ മൗണ്ടൈൻ സ്പോർട്സിന്, മെന്നിന് വിമനായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടുന്ന് തുടങ്ങി നമ്മൾ നേരത്തെ കാണിച്ച അവിടെ തുടങ്ങി ഇത് ഈ 2 റാക്കുകളും ഇതും പ്ലസ് ഈ ഒരു സ്പേസും കൂടെ ഉണ്ട്. അവരുടെ ടെൻറ്റുകളടക്കം നമുക്ക് കാണാൻ പറ്റും ഇവിടെ. ടെൻറ്റുകളും അതിൻ്റെ അവരുടെ എന്നുപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ട്രക്ക് ചെയ്യുമ്പോൾ അതൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു റാക്കിൽ ആഫ്റ്റർ ഈ പറഞ്ഞ മൗണ്ടനറിങ് കഴിഞ്ഞിട്ട് സ്പോർട്സ് ന്യൂട്രീഷൻ ഉണ്ട്, റിക്കവറി കെയർ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവരുടെ ബാക്കി സബ്സിഡിയറി പ്രോഡക്റ്റ്സ് അവരോട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നുണ്ട്. ഇതൊരു ഷീറ്റഡ് വെയർഹൗസ് പോലത്തെ ഒരു സ്പേസ് തന്നെയാണ്. പക്ഷേ അകത്തുള്ള ചൂട് കുറയ്ക്കാൻ വേണ്ടി അവർ അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പ്ലസ് ഇങ്ങനത്തെ ഒരു ഹ്യൂജ് ബ്ലേഡ്സ് ഉള്ള ഫാൻസ് ഒരു 4 ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 5 മണി, എന്നിട്ടും വലിയ ചൂടൊന്നും നമുക്കിവിടെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതായത് ഈ ഒരു മെത്തേഡ് ഭയങ്കര എഫക്റ്റീവാണെന്ന് കാണിക്കുന്നത്. ഈ ഒരു സെൻട്രൽ എയിൽ പോലത്തെ സ്ഥലത്ത് ഇവരിങ്ങനത്തെ കുറേ പ്രൊഡക്ട്സ് വെച്ചിട്ടുണ്ട്. അതായത് 99 റുപ്പീസിൻ്റെ ടവൽസ്, 499 പ്രൊഡക്റ്റ്, ഇതൊരു ബാഗാണ്, 99 ബോട്ടിൽസ്, അങ്ങനെ കുറച്ചധികം പ്രൊഡക്ട്സ് അവരിങ്ങനെ ഏറ്റവും ലെസ്സർ റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് അവരിങ്ങനെ ഒരു ഇമ്പൾസീവ് ബൈയിങ് ടെക്നിക് ഉപയോഗിക്കുന്നതാവാം ഇത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ക്യാരംസിനൊക്കെ ഏകദേശം 3500 രൂപയാണുള്ളത്. കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നു എനിക്ക്. ഇത് 199 സോക്സാണ്, ഇത് ടീഷർട്ടാണ്, ഇത് ടവലാണ്. അങ്ങനെ ഇത്രയും വലിയൊരു റേഞ്ചും കൂടെ അവർ സെൻട്രൽ ലൈനിൽ കൊടുത്തിരിക്കുന്നുണ്ട്. എൻ്റെ നേരെ ബാക്കിൽ കാണുന്ന അവരുടെ കസ്റ്റമർ കെയറും വർക്ക്ഷോപ്സ് ഒക്കെയാണ്. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ നേരെ അവർ അങ്ങോട്ട് വരിക റിസപ്ഷനിലോട്ട്. അവിടെ നമ്മൾ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുക. എൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നത്, അതായത് ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് ഇവരുടെ ബില്ലിംഗ് കൗണ്ടറാണ്. ഇവിടെയാണ് അവർ ബില്ല് ചെയ്യുക. അതിനുശേഷം ആ താങ്ക് യു നോട്ട് എഴുതിയ എക്സിറ്റ് വഴിയാണ് പുറത്തോട്ട് പോവുക. അതിലൂടെ തന്നെയാണ് കയറി വരിക. ഇതാണ് ഈ കോഴിക്കോട് ഉള്ള ഡെക്കാത്തലോണിൻ്റെ ഒരു ഔട്ട്ലൈൻ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് us.